നമുക്കൊരു ചെറിയ ഒരു മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ പറയുന്നത് പോലെ നമുക്ക് ഈ എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് നമുക്ക് ക്വിക്കായിട്ട് നമ്മളെ ഒന്ന് ഡിസ്കണക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഇപ്പോൾ മെത്തേഡെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓഫീസിലായിരിക്കാം, നമുക്ക് പെട്ടെന്ന് ഏത് സിറ്റുവേഷനാണെങ്കിലും കുഴപ്പമില്ല, ഒരു 5 മിനിറ്റ്സ് മതി നമുക്ക് പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ആദ്യം നമ്മുടെ ഒരു അവെയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണ് അതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം നമ്മുടെ ഒരു അവെയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസത്തിൽ കൊണ്ടുവരിക. അപ്പോൾ നമുക്കൊരല്പം ഡീപ്പ് ബ്രീത്തും കുറച്ച് ദീർഘശ്വാസമൊക്കെ എടുത്തിട്ട് അതൊക്കെ ആ ഒരു അവെയർനെസ് നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ ബോഡിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിശപ്പ് ഫീൽ ചെയ്യാം, ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുന്നതാണ് ഒരു ഫുൾനെസ് ഫീൽ ചെയ്യാം, ചിലപ്പോൾ ഒരു ഉറക്കമൊക്കെ വരാം, ഒരു ലോ എനർജി ഫീൽ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഈ രീതിയിൽ നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഇനിയിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യണം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ എന്ന് ചിലപ്പോൾ നമ്മൾ മാറ്റി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബോഡീനെ നമ്മളൊന്ന് അവെയർനെസ് നമ്മൾ കംപ്ലീറ്റ് ഒന്ന് അവെയർ ആയി കഴിയുമ്പോഴത്തേക്ക് ഓക്കെ, ഈ പറയുന്ന ഡിസ്കംഫർട്ടൊക്കെ നമുക്ക് ബോഡിക്കുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഈ ഡിസ്കംഫർട്ടൊക്കെ നമ്മുടെ ഈ മെഡിറ്റേഷനെ കൂടുതൽ ഡീപ്പൻ ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിന് കൊടുക്കുക. അതായത് നമുക്ക് ചിലപ്പം ഒരു ചെറിയ തലവേദന ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിൽ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാം, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പെയിനൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ നമ്മൾ മനസ്സിൽ പറയുക ഇതെല്ലാം എൻ്റെ മെഡിറ്റേഷനെ ഡീപ്പൻ ചെയ്യാണ്, എന്തായാലും ഞാൻ 5 മിനിറ്റ് സമയത്തേക്ക് ഞാൻ എന്നെ ഒന്ന് ഇതിലേക്ക് വിടാൻ പോവുകയാണ്. അപ്പോൾ 5 മിനിറ്റ് സമയത്തേക്കുള്ളൊരു ഹെൽപ്പ് മതി, ബോഡിയുടെ ഹെൽപ്പ് മതി. ഓക്കെ, നമ്മുടെ അടുത്ത ലെയറിലേക്ക് പോകുമ്പോൾ ഈ ബോഡിയിൽ നിന്ന് നമ്മുടെ അവെയർനെസ് മൈൻഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മൈൻഡിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ മൈൻഡ് എന്ന് പറയുന്നത് ബ്രെയിൻ ഇൻ ആക്ഷനാണ്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന ചില രാസപ്രവർത്തനങ്ങളാണ് നമ്മൾ മനസ്സായിട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സ് വളരെ പ്രക്ഷുബ്ധമായിട്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ചിന്തകൾ വരാം, നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരാം, സങ്കടം വരാം, ഇതൊക്കെ വന്നോട്ടെ. അപ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിനെ ശാന്തമാകൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സ് ശാന്തമാകണമെന്നില്ല. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആ മനസ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, കുറേ കാര്യങ്ങളൊക്കെ ആദ്യം സർഫസ് ലെവലുകളൊക്കെ അങ്ങ് ഒഴുകിപ്പോട്ടെ, അങ്ങനെ കുറേ അങ്ങ് ഒഴുകിപ്പോകാൻ നമ്മൾ അനുവദിക്കുക, എല്ലാം അങ്ങോട്ട് പോട്ടെ. അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനൊന്നും പിടിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ അതിനൊന്നും നമ്മൾ അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വരണ്ട എന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട. എന്തൊക്കെ ചിന്തകളാണെങ്കിലും നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇങ്ങനത്തെ മോശം ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് വരാമോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല, എന്ത് ചിന്തകളായിക്കൂടെ വന്നോട്ടെ. ചിലപ്പോൾ നമുക്ക് ഒരാളെ കൊല്ലണം എന്നായിരിക്കും ചിലപ്പോൾ ചിന്ത വരുന്നത്, പക്ഷേ നമ്മളിപ്പോൾ ആരെയും കൊല്ലാനൊന്നും പോകുന്നില്ല, പക്ഷേ എങ്കിലും ആ ചിന്ത എന്നിൽ നിന്ന് വരാമോ, ഞാനിങ്ങനെ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളല്ലേ, ഓക്കെ അതങ്ങ് വന്ന് പൊക്കോട്ടെ. നമ്മൾ ആ ഇമോഷനെ നമ്മൾ ക്യാച്ച് ചെയ്യുന്നില്ല, അതിൻ്റെ വഴിക്ക് അങ്ങ് വിടുകയാണ്. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ അതിൻ്റെ വഴിക്ക് അങ്ങ് വിടുക. അപ്പോൾ അങ്ങനെ കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഡാമൊക്കെ തുറന്നു വിട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു ക്ലിയർ വാട്ടറായിട്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് അനുഭവിക്കാൻ തുടങ്ങും. നമ്മളിപ്പോൾ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ആണെങ്കിൽ നമുക്കറിയാം അത് ചിലപ്പോൾ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ്സ് കൊണ്ട് മെഡിറ്റേഷൻ കഴിയും. നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഗൈഡ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മൈൻഡുമായിട്ട് ചിലപ്പോൾ കുറേ സമയം നമുക്ക് കിട്ടും. അതായത് നമുക്ക് വളരെ റിലാക്സ് ചെയ്ത് നമ്മുടെ മനസ്സ് നമുക്ക് ആ ഒബ്സർവേഷൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ അത് എത്ര സമയം വേണമെങ്കിലും നമ്മളങ്ങ് പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു മൈൻഡിൽ നിന്ന് പോയിട്ട് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക എല്ലാ സെൻസിനെയും നമ്മളൊന്നങ്ങ് വിഡ്രോ ചെയ്യുക എന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മളവിടെ മനസ്സിൽ നിന്നും മാറി നമ്മളെല്ലാ സെൻസസിനെ നമ്മൾ വിഡ്രോ ചെയ്തിട്ട് ഫീൽഡ് അല്ലെങ്കിൽ ഒരു 5th ഡയമെൻഷനിലേക്ക് അല്ലെങ്കിൽ ഒരു വോർട്ടക്സിലേക്ക് നമ്മൾ കടന്നു എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറി കഴിയുമ്പോൾ പിന്നെ ഞാൻ ആരെന്നും എൻ്റെ മനസ്സെന്ത് പറയുന്നു എന്നും ഒന്നും ഒരു തോട്ടേ അവിടെ വരുന്നില്ല. അവിടെ വരുന്നത് കംപ്ലീറ്റ് ഒരു വോർട്ടക്സാണ്, അല്ലെങ്കിൽ ഒരു കണികകളുടെ ഒരു സാധ്യതാ ലോകത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എൻഡ് റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ എൻഡ് ഇമോഷൻ എന്താണ് എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് വന്നില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. അവിടെ ഫുൾനെസ്, ഒരു കംപ്ലീറ്റ്നെസ്, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഇത്രയും ഫീലിംഗ് നമുക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്കെല്ലാം കിട്ടി, നമുക്കൊരു പ്രശ്നമില്ല, എല്ലാം നമ്മൾ ആഗ്രഹിച്ച എല്ലാം കിട്ടി. അപ്പോൾ നമ്മുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഒരു കംപ്ലീറ്റ്നെസ്സും ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷനൊക്കെ നമ്മളവിടെ കൊണ്ടുവരിക. അതിനുശേഷം വീണ്ടും നമ്മൾ തിരിച്ച് മനസ്സിലേക്ക് വരുന്നു, നമ്മുടെ ശരീരത്തിലേക്ക് അവയർനെസ് വരുന്നു, വീണ്ടും നമ്മൾ ബ്രീത്തിലേക്ക് വരും, നമ്മൾ തിരിച്ച് പുറത്തേക്ക് വരും. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനിടയ്ക്കൊന്നും നമ്മൾ ഒരു ഇമോഷണൽ നമ്മൾ പിടിച്ച് നിൽക്കേണ്ട, ഒരു ഫ്രീ ഫ്ലോയിൽ നമ്മളങ്ങ് പോകുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടും, ചിലപ്പോൾ നമുക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് കിട്ടിയെന്ന് വരിക്കില്ല. എന്താണെങ്കിലും കുഴപ്പമില്ല, നമ്മളിത് ചെയ്തു എന്നുള്ളത് മാത്രമാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾക്കൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ ദീർഘ ശ്വാസം എടുക്കുമ്പോൾ
നമ്മുടെ ശരീരം പതുക്കെ റിലാക്സ് ആവുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കാം. ഡീപ്പ് ബ്രീത്ത് എടുത്ത് പതിയെ ഹോൾഡ് ചെയ്ത് പതിയെ ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. ഇനി ഏതാനും നിമിഷം നമുക്ക് നമ്മുടെ സാധാരണ നിലയിലുള്ള ശ്വാസം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ വളരെ റിലാക്സ് ആവുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വളരെ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷം നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. ആ ശ്വാസം അകത്തേക്ക് വരുമ്പോഴും പുറത്തേക്ക് വരുമ്പോഴും ഉള്ള ഒരു താപനില നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. പതിയെ നമ്മുടെ ശ്രദ്ധ നമ്മളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാം. ശരീരത്തിൻ്റെ ഓരോ പേശികളും ഇപ്പോൾ വളരെയധികം റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. വളരെയധികം റിലാക്സ്ഡാണ്. ശരീരത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഡിസ്കംഫർട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഡിസ്കംഫർട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ലെറ്റ് ഗോ കൊടുക്കാം. ഈ ഡിസ്കംഫർട്ടുകളെല്ലാം നമ്മുടെ ഈ മെഡിറ്റേഷനെ കൂടുതൽ ഗാഠമായൊരു മെഡിറ്റേഷനിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരം റിലാക്സ് ആവുന്നതോടും നമ്മുടെ ശരീരത്തിൻ്റെ ഡിസ്കംഫർട്ട് പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾ ശരീരത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാവുന്നതാണ്. ശരീരത്തിൻ്റെ ഓവറോൾ ഒരു വെൽബീയിങ്, ഓവറോൾ ഒരു ഹെൽത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ശരീരത്തിൻ്റെ എനർജി ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പതിയെ നമ്മളുടെ അവയർനെസ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. മനസ്സിപ്പോൾ വളരെ ശാന്തമാണ്. ഏത് തരത്തിലുള്ള ചിന്തകളും മനസ്സിലൂടെ കടന്നു പോയിക്കോട്ടെ. നല്ലതാവാം, ചീത്തയാവാം, നമുക്ക് ഇഷ്ടപ്പെടുന്നവയാവാം, ഇഷ്ടപ്പെടാത്തവയാവാം. അവയൊന്നും നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല. അതൊക്കെ വന്നതുപോലെ ഒഴുകിപ്പോട്ടെ. നമ്മളൊരു പുഴയിൽ വെള്ളം നിരീക്ഷിക്കുന്നത് പോലെ ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷം നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് നിരീക്ഷിക്കാം. മനസ്സ് പതിയെ റിലാക്സ് ആവുന്നത് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലേക്കുള്ള ആ ഒരു ചിന്തകളുടെ കുത്തൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ചിന്തകളുടെ പ്രവാഹം കുറഞ്ഞിരിക്കുകയാണ്. വളരെ റിലാക്സ്ഡാണ്. ഈ പതിയെ നമുക്ക് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമുക്ക് പതിയെ ഡിസ്കണക്ട് ചെയ്യാം. നമ്മുടെ കണ്ണടച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഇപ്പോൾ പതിയെ ഡിസ്കണക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വോർട്ടക്സാണ്. ആ ഒരു ശൂന്യമായ ആ ഒരു ക്വാണ്ടം ഫീൽഡാണ് ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവിടെ ഞാൻ ആരാണ് എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല. എനിക്കെല്ലാം പാർട്ടിക്കിൾസും വേവ്സുമായിട്ടാണ് എല്ലാം കാണുവാൻ സാധിക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. അവിടെ ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡാണ്. വളരെ ഹാപ്പിയാണ്. എനിക്ക് ആ ഒരു ഫുൾനെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ചതൊക്കെ ഇപ്പോൾ എൻ്റെ ബോധതലത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്.
ഏതാനും നിമിഷം ആ ഒരു ഫുൾനെസ് നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാം. യെസ്, ഏതാനും നിമിഷങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ക്വാണ്ടം ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. പതിയെ നമ്മുടെ ശ്രദ്ധ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ മനസ്സ് പൂർണ്ണമായും ശാന്തമായിരിക്കുകയാണ്. യെസ്, നമ്മുടെ അവെയർനെസ് പതുക്കെ നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ബോഡി ഇപ്പോൾ വളരെ റിലാക്സ്ഡ് ആണ്. ഇപ്പോൾ ഒരു ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളോടും നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ട് പതിയെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദീർഘശ്വാസം എടുക്കാവുന്നതാണ്. ഞാനിനി 5 മുതൽ 0 വരെ എണ്ണുമ്പോഴേക്കും പതുക്കെ ഈ മെഡിറ്റേഷനിൽ നിന്ന് പുറത്ത് വരാവുന്നതാണ്. 5, 4, 3, 2, 1, 0. പതുക്കെ കണ്ണു തുറന്ന് ഈ മെഡിറ്റേഷനിൽ നിന്ന് പുറത്ത് വരാവുന്നതാണ്.